കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ രാഷ്ട്രീയ കോളിളക്കം പലയിടത്തായി സംഭവിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് പക്ഷത്തിലെ 9-ൽ 6 എംപിമാർ ഷിൻഡെയുടെ കൂടെ പോകാൻ തീരുമാനിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നു. അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിൽ 20ഓളം എംപിമാർ പ്രത്യേക ബ്ലോക്കായി മാറി NDAയുടെ കൂടെ നിൽക്കാൻ തീരുമാനിക്കും. അവശേഷിക്കുന്ന എംപിമാർ കോൺഗ്രസിലേക്ക് ലയിക്കാനും തീരുമാനിക്കുന്നു. മഹുവ മൈത്രിയും സൈനി ഘോഷും അടക്കം ഉള്ള എംപിമാരുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ NDAയുടെ ഭാഗമായി ചേക്കേറുന്നവരും കോൺഗ്രസിന്റെ ഭാഗമായി കൂടുതൽ ശക്തമായി തീരുമാനം അറിയിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. കോൺഗ്രസിന്റെ കൂടെ ചേരാൻ YSRും താല്പര്യപ്പെടുകയാണ്. YSR കോൺഗ്രസ് നേതാവായ ജഗൻമോഹൻ റെഡ്ഡിയും ഈ കാര്യം കൃത്യമായിട്ടുള്ള അഭിപ്രായം പറയുകയാണ്. അതായത് ഇനി കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവാൻ പോവുകയല്ല, മറിച്ച് വളരെ സിമ്പിളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ 2 പാർട്ടികൾക്ക് കൂടുതൽ സ്വാധീനം എന്ന രീതിയിലേക്ക് മാറുകയാണ്. കോൺഗ്രസിന്റെ അംഗബലം വർദ്ധിക്കും, ഒപ്പം BJPയുടെ അംഗബലവും വർദ്ധിക്കുകയാണ്. അതായത് കോൺഗ്രസിലേക്ക് മെർജ് ചെയ്യാൻ തൃണമൂൽ കോൺഗ്രസിലെ അവശേഷിക്കുന്ന മമതയടക്കമുള്ളവർ താല്പര്യം പ്രകടിപ്പിക്കുന്നു. മഹാരാഷ്ട്രയിൽ ശരത് പവാറിന്റെ NCPയും ഉദ്ധവിന്റെ അവശേഷിക്കുന്ന ടീമും കോൺഗ്രസിലേക്ക് ലയിച്ചാൽ അവിടെ ഒരു വലിയ കളം മാറ്റം ഉണ്ടാകും. അതുപോലെ തന്നെ കോൺഗ്രസിലേക്ക് ലയിക്കാൻ താല്പര്യപ്പെടുന്ന രീതിയിലേക്ക് കൃത്യമായും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുമായി മറ്റ് ചില പ്രാദേശിക ഘടകങ്ങൾ, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചില പ്രാദേശിക ഘടകങ്ങൾ താല്പര്യപ്പെട്ട് വരികയാണ്. അങ്ങനെ വരുമ്പോ BJP വേഴ്സസ് കോൺഗ്രസ് ഡയറക്റ്റ് ഫൈറ്റ് ഇനി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി വിശാലമായ അന്തരീക്ഷത്തിൽ കാണാൻ കഴിയും. നമുക്കറിയാം, എക്സ്ട്രീം റൈറ്റ് വിങ് ഐഡിയോളജിയും അതുപോലെ സെൻട്രൽ ഐഡിയോളജിയും ആയിട്ടുള്ള 2 പാർട്ടികൾ, ഒന്ന് BJP, ഒന്ന് കോൺഗ്രസ്. എക്സ്ട്രീം റൈറ്റ് വിങ് പൊളിറ്റിക്സ് പ്രാക്ടീസ് ചെയ്യുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംഘപരിവാർ ഫാസിസ്റ്റ് അജണ്ടകൾ ഈ ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്ത് ഇതിനെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റിയെടുക്കാനുള്ള തീരുമാനം, അതിനുവേണ്ടിയുള്ള ഭേദഗതികൾ പാസാക്കിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ വ്യാകുലത. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3-2 ഭൂരിപക്ഷം കിട്ടുമെന്നായിരുന്നു അവർ വിചാരിച്ചത്. പല സ്ഥാനാർത്ഥികളും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യയിൽ BJPക്ക് 3-2 ഭൂരിപക്ഷം കിട്ടിയാലേ ഈ രാജ്യത്തെ ഭരണഘടനയെ തന്നെ എടുത്തു മാറ്റാൻ കഴിയൂ എന്ന വിവാദ പ്രസംഗം നടത്തിയ പലരും ഉണ്ട്. അത്തരത്തിൽ ഉള്ള ഏറ്റവും ഭയാനകമായ ഒരു അന്തരീക്ഷത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ തന്നെയാണ് അവരുടെ ശ്രമമെങ്കിലും അതിനെ തടുത്തു നിർത്താൻ കൂടുതൽ ശക്തിയോടുകൂടി ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയും കോൺഗ്രസിന്റെ കൂടെ അണിനിരക്കാൻ ശ്രമിക്കുന്നവരുടെ ലിസ്റ്റ് ഓരോ ദിവസം കഴിയുമ്പോഴും കൂടി വരികയാണ്. ജനങ്ങൾക്ക് കാര്യങ്ങൾ തിരിഞ്ഞു തുടങ്ങിയിരിക്കും. ഡീലിമിറ്റേഷൻ പദ്ധതി ദക്ഷിണേന്ത്യയിൽ സംസ്ഥാനങ്ങൾക്ക് എങ്ങനെ ദോഷമാകും, സെൻസസ് നടപടികൾ പൂർത്തീകരിക്കുമ്പോൾ ആനുകൂല്യങ്ങൾ ആർക്കൊക്കെ നഷ്ടമാകും, ഇതുൾപ്പെടെ സകലമാന കാര്യങ്ങൾ ഈ 3-2 ഭൂരിപക്ഷം എങ്ങനെ ദുരുപയോഗിക്കുമെന്നതുൾപ്പെടെ ഈ രാജ്യത്തെ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.